സുർജിത്ത് എങ്ങനെയാണ് ഈ ഫാഷൻ മേഖലയ്ക്ക് എത്തിയത്? പണ്ട് നമ്മുടെ അജ്മൽ ഖാൻ നമുക്ക് പറ്റില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്താ, വാട്ട് ഈസ് നെക്സ്റ്റ്, അത് നോക്കിയിട്ട് നമ്മൾ തിരിയണം. റിവോൾക്ക. അതിന്റെ അർത്ഥം എന്താ? അർത്ഥമില്ല, ഒന്നുമില്ല. ഇല്ല. ഈ ഒരു ഫാഷനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ, ആ സമയത്ത് താടി എന്ന് പറഞ്ഞാൽ ഈ ഊച്ചാൻ താടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇവിടുത്തെ ജിമ്മായിട്ട് സിഗരറ്റ് വലിക്കുന്ന സമയത്ത്, ചേട്ടാ പണ്ട് ഇവിടെ കാറ്ററിങ്ങിന് വന്ന പയ്യനാണ് ഞാൻ. ഇതുകൊണ്ട് എന്താണ് ഉപകാരം? അത് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ഹാപ്പി ലൈഫാണോ? അപ്പോൾ ഹാപ്പി ലൈഫാണെന്ന് വെച്ചാൽ 2 ആഴ്ച മുമ്പാണ് അമ്മ ICUലായിരുന്നു. ഇപ്പോൾ ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഈ രംഗത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? 1000-ൽ ഒരാൾ നല്ലതായിരുന്നിട്ട് കാര്യമില്ല. ഈ ഫാഷൻ രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ശരീരം വരെ തുറന്ന് കാണിക്കാം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആൾക്കാർ വരെ ഉണ്ട്. കൂടെ കിടക്കാനും റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട് ഇതിനൊക്കെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്, കാറ്റഗറി ചെയ്യുന്നുണ്ട് എല്ലാം. നമ്മൾ ഏത് കാറ്റഗറിയിൽ വരും നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഒരു ഗ്രൂമർ, നല്ലൊരു പ്രൊഫൈലുള്ള അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവുക. അപ്പോൾ അന്ന് ഇത്ര സോഷ്യൽ മീഡിയ ആക്റ്റീവോ ആരും ആക്റ്റീവ് അല്ലായിരുന്നു, വർക്ക് ഷെയർ ചെയ്യാറോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അതെ, അവർക്ക് എങ്ങനെ ഇതിലേക്ക് എത്താൻ പറ്റും? അപ്പോൾ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ മിക്ക ആൾക്കാരും ഈ മിസ്സിസ് കാറ്റഗറി പേജൻസിലൊക്കെ മത്സരിക്കുന്നുണ്ട്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു ഫെയിം സ്റ്റെപ്സ് എൻ്റർടൈൻമെൻറ്റ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഫാഷൻ ഷോ ഡയറക്ടറും ഇവോൾക്കോ ഫാഷൻ്റെ ഫൗണ്ടറും കൂടിയായ സുർജിത്ത് SG ആണ് നമ്മുടെ കൂടെ. വെൽക്കം ടു ഷോ. എന്തൊക്കെയാണ് വിശേഷം? സുഖം, സുന്ദരമായി പോകുന്നു. സുഖമായി പോകുന്നു. പക്ഷേ കുറച്ച് കോയമ്പത്തൂരിൽ നിന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ്. ഇനി സുർജിത്ത് എങ്ങനെയാണ് ഈ ഫാഷൻ മേഖലയ്ക്ക് എത്തിയത്? ഞാൻ എത്തിയത് പണ്ട് നമ്മുടെ അജ്മൽ ഖാൻ അവരുടെയൊക്കെ ഫോട്ടോസ് കണ്ടിട്ടാണ് ഈ ഒരു ഫാഷനിലോട്ട് വരാനുള്ളൊരു താല്പര്യം കാണിക്കുന്നത്. താല്പര്യം കാണിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 2018ആണ്. 2018ലാണ് ഞാൻ ഇതിലോട്ടൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം 2018 മുമ്പ് 2017 ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 2 മാസം 3 മാസം ആ ഒരു ടൈമിലാണ് ഞാൻ മോഡലിംഗ് ട്രൈ ചെയ്യുന്നത്. ഈ മോഡലിംഗ് ട്രൈ ചെയ്യുന്ന സമയത്ത് അന്ന് ഇതേപോലെയൊന്നും അല്ല, ഇത്ര പോലും ലുക്കില്ല, ഇത്ര പോലും ലുക്കെന്നല്ല, ശരീരം പോലും ഇല്ല. ആ ഒരു ടൈമിൽ നമുക്ക് അറിഞ്ഞുകൂടല്ലോ, നമുക്ക് നമ്മളെ ബാക്കിൽ നിന്ന് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപാട് അറിയുന്നത് നമ്മുടെ അന്ന് ഫേസ്ബുക്ക് ആയിരുന്നു ട്രെൻഡ്. അന്ന് അജ്മൽ ഖാനാണ് എനിക്കും അറിയാം. ഞാനും ഒരുപാട് നമ്മൾ ആ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ക്യാമറ എടുക്കുന്നു, ഒരു ഫോട്ടോ എടുക്കുന്നു, എങ്ങനെയെങ്കിലും മോഡലിംഗ് റാമ്പിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയാത്തൊരു കാലഘട്ടമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മോഡലിംഗ് വിട്ട് ഒരു ഫാഷൻ ഷോ ഡയറക്ടർ ആവാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഉറപ്പുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരിതുണ്ട്, എന്നെക്കൊണ്ട് പറ്റൂല എന്ന് വെച്ചാൽ എൻ്റെ ബോഡി ലാംഗ്വേജിനോ അല്ലെങ്കിൽ എൻ്റെ ഫേസ് ലുക്കിനോ എൻ്റെ ഇതിൽ പറ്റില്ലെന്നൊരു തോന്നി പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ ഇതിനകത്തുള്ള കാഴ്ചകൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മളെ കൊണ്ട് പറ്റൂലേ എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പറ്റില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്താ, വാട്ട് ഈസ് നെക്സ്റ്റ്, അത് നോക്കിയിട്ട് നമ്മൾ തിരിയണം. ആ സമയത്ത് എനിക്കൊരു ഡിസൈനർ എന്ന് വെച്ചാൽ നമ്മളൊരു ഇക്കയാണ്, പുള്ളിക്കാരൻ ട്രിവാൻഡ്രമുള്ളതാണ്. പുള്ളിക്കാരനാണ് എനിക്ക് ബാക്കി ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ എനിക്കന്ന് ഈ ഫേസ്ബുക്ക് അത്യാവശ്യം നല്ല റീച്ചുള്ള സമയം എന്ന് വെച്ചാൽ എനിക്ക് ഈ റീച്ച് ഉണ്ടല്ലോ, ഇത് കൺവേർട്ട് ചെയ്ത് മോഡൽസിനെ ആയാലും പുതിയ ഫ്രഷേഴ്സിനെ ആയാലും നമുക്ക് നല്ല നല്ല പിള്ളേരെ വർക്കൗട്ട് ചെയ്ത് നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാം. ലൈക്ക് മോഡൽ ബാങ്ക് പോലെ. അതെ, ഓക്കെ. പിന്നെ ഒരു പേര് കണ്ടെത്തി. പേരെന്ന് പറഞ്ഞാൽ ഞാനൊരു യൂണിക് നെയിം എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ A to Z വരെ എഴുതിയിട്ട് ഞാൻ അങ്ങനെയാണ് ഈ ഒരു വേർഡ് കണ്ടുപിടിക്കുന്നത്. റിവോൾക്ക. അതിന്റെ അർത്ഥം എന്താ? അർത്ഥമില്ല, ഒന്നുമില്ല, ഇല്ല. പക്ഷെ ഭയങ്കര ട്രെൻഡിങ് അല്ലെങ്കിൽ കാച്ചി നെയിമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ABCD എഴുതി വെക്കും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങൾ എഴുതി നമ്മൾ കുറേ വേർഡ്സ് കണ്ടെത്തും. അതിൽ നമ്മൾ റിവൈൻഡ് നമുക്ക് ഒരു 5 വേർഡിൽ നിന്ന് ഞാൻ ഈ കേട്ടാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞു എടാ ഇത് ബെറ്ററാണ്, നീ ഇത് ഓക്കെ ആയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് റിവോൾക്ക എന്ന് പറഞ്ഞ നെയിം രൂപീകരിക്കുന്നത്. റിവോൾക്ക എന്നൊരു ബ്രാൻഡ്. അങ്ങനെ ഒരു മോഡൽ ബാങ്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. അതെ. അതിൽ നിന്ന് എപ്പോഴാണ് ഫാഷൻ ഷോ ഡയറക്ടറായി മാറിയത്? ഫാഷൻ ഷോ ഡയറക്ടറായി മാറിയെന്ന് വെച്ചാൽ 2019 2019 എന്ന് പറഞ്ഞാൽ
ഞാനിവിടെ കൊച്ചി എത്തി. ഞാൻ ട്രിവാൻഡ്രം ആയിരുന്നു, ഹോം ടൗൺ ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലെത്തുന്നത്. അതിന് വേറൊരു റീസണും ഉണ്ട്. ഞാൻ ഇവിടെ കൊച്ചിൻ ഷിപ്പ് യാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഫർദർ ചെയ്യായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സൈഡായിട്ട് ഫാഷനും മുന്നോട്ട് കൊണ്ടുപോയി. ഈ മുന്നോട്ട് കൊണ്ടുപോയെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞ ആൾ ഒരു ടൈം കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ജോലിയൊക്കെ ആയിട്ട് പുറത്ത് പോയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒറ്റപ്പെട്ടു. പുള്ളിക്കാരന് ഡിസൈനറാണ്. ആസ് എ ഡിസൈനർ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെ അറിയാവുള്ളൂ. അത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കൊച്ചിയിലെത്തി, ഇവിടെയാണ് പിന്നെ ഷോസ് കാണാൻ തുടങ്ങി, എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്നെ ഇവിടെ നിന്നുള്ള ഒരു വഴിത്തിരിവെന്ന് പറഞ്ഞാൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വഴിത്തിരിവ് എന്ന് പറഞ്ഞാൽ സുരേഷ് ചേട്ടൻ എന്നൊരു ചേട്ടനുണ്ട്. ഇൻസ്പയർ ഇവൻറ്റ്സ്, ഇൻസ്പയർ മാഗസീൻ, ഇൻസ്പയർ ഫിലിം അവാർഡ്, അങ്ങനെ കുറേ അത്യാവശ്യം നല്ല ടൈറ്റിൽസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണ് എന്നെ ബാക്കി സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ പുള്ളിക്കാരൻ്റെ കൂടെയായിരുന്നു ഞാൻ അസിസ്റ്റൻ്റ് നമ്മളൊരു ചേട്ടൻ എന്നുള്ള രീതിയിലായിരുന്നു ആളൊരു വഴികാട്ടിയായി മാറി. ഓക്കെ. പിന്നെ ഷോസ് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി, ഷോസ് ബാക്ക് സ്റ്റേജിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതിലോട്ട് അങ്ങനെ ഒരു ഫൗണ്ടറായി മാറിയിരിക്കുകയാണ്, ഒരു പ്രമുഖനായി. ഇപ്പോൾ കോയമ്പത്തൂരിൽ ഷോ കഴിഞ്ഞിട്ട് എത്തിയിട്ടുള്ളൂ. പക്ഷെ നമുക്കറിയേണ്ടത് ഈ ഒരു ഫാഷനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? എന്താണ് പഠിച്ചത്? ഫാഷൻ മുമ്പ് ഉള്ളൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ IT ആണ് പഠിച്ചത്. IT പഠിച്ചു, 1 വർഷം ഫ്രീ ആയിരുന്നു. ഈ 1 വർഷത്തിലാണ് ഞാൻ പല ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ കാറ്ററിംഗ് തൊട്ട് മെത്ത വിൽക്കാൻ വരെ പറ്റുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അതെ, കാറ്ററിംഗ് പോയെന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് കാറ്ററിംഗ് പോയത് അപ്പോളോ ഡിമോറയിലാണ്. ആ അപ്പോളോ ഡിമോറയിൽ ഞാൻ പരിപാടി ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അപ്പോളോ ഡിമോറയിൽ ഈ പുറത്തുനിന്ന് ഈ വലിയ പരിപാടി എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ഇവൻറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല വർക്ക് വരുമ്പം ഇവർ പുറത്തുനിന്ന് ആൾക്കാർ റിക്രൂട്ട് ചെയ്യും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ലാസ്റ്റ് കാറ്ററിംഗ് ചെയ്ത ഈ ഒരു പരിപാടിക്ക്, ഈ അപ്പോളോ ഡിമോറയിൽ ആ പരിപാടിക്ക് പോയ സമയത്ത് പണ്ട് അവിടെ നിന്നൊക്കെ ആ സമയത്ത് താടി എന്ന് പറഞ്ഞാൽ ഈ ഊച്ചാന്താടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഷേവിങ് സെറ്റ് വന്നിട്ട് പറഞ്ഞാൽ ഷേവ് ചെയ്തിട്ട് വരാൻ പറയും. അന്ന് ആ സമയത്ത് ഇതൊക്കെ കൊണ്ട് ട്രെൻഡാണ്. ഇത്തിരി താടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി മറ്റൊരു ഗെയിമായിട്ടൊക്കെ നിൽക്കാം. അതെ. അപ്പം ഞാൻ പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന ആളെടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് പറ്റൂല, ഞാൻ പോകണമെന്ന് പറഞ്ഞ് അപ്പം ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ അപ്പോളോക്കകത്ത് കയറുന്നത് എൻ്റെ പരിപാടിയായിട്ടാണ്. അതും എൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ GM-ആയിട്ട് സിഗരറ്റ് വലിക്കുന്ന സമയത്ത്, ചേട്ടാ പണ്ട് ഇവിടെ കാറ്ററിങ്ങിന് വന്ന പയ്യനാണ് ഞാൻ. എൻ്റെ അമ്മ കാറ്ററിങ്ങിന് വന്ന പയ്യനാണ്, നിങ്ങൾ പണ്ട് ചൂച്ചാന്താടി ഉള്ളതുകൊണ്ട് ഷേവ് ചെയ്യാൻ പറഞ്ഞ് ഓടിക്കളഞ്ഞ പയ്യനാണ് ഞാൻ. അപ്പോൾ പുള്ളി എന്നെ ഞെട്ടിപ്പോയി. പക്ഷേ എൻ്റെ ഫസ്റ്റ് മിസ്റ്റർ ട്രിവാൻഡ്രം എന്നൊരു പ്രോഗ്രാം ഉണ്ട്. മിസ്റ്റർ ട്രിവാൻഡ്രം, മിസ്സിസ് ട്രിവാൻഡ്രം, മിസ്റ്റർ ട്രിവാൻഡ്രം. അപ്പോൾ ഈ പ്രോഗ്രാം ഫസ്റ്റ് സീസൺ അപ്പോളോ ഡിമോറിൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് അച്ചീവ്മെൻറ്റ്. പക്ഷെ ഈ ഒരു മേഖലയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാരും നാട്ടുകാരും പറയുന്നൊരു ചോദ്യം ഉണ്ടാവും, ഇതുകൊണ്ട് എന്താണ് ഉപകാരം? അത് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. വീട്ടുകാർ സപ്പോർട്ടീവ് ആയിരുന്നോ? വീട്ടുകാർ സപ്പോർട്ടീവ് ആയിരുന്നു വെച്ചാൽ ഈ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യണവരെ സപ്പോർട്ടല്ലായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് അവർക്ക് തന്നെ എന്താണെന്ന് മനസ്സിലായി, ഇതെന്താണ് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ കാണാനും. ഒരു ഷോ എന്ന് പറഞ്ഞാൽ എന്താണ്, പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചാനൽ എന്ന് പറഞ്ഞാൽ FTVയിലൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാമല്ലോ. കാണുമ്പോൾ നമ്മൾ ആ ഒരു പരിപാടിയാണ് അവർ കണ്ടിട്ടുള്ളത്. ചാനൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മാറ്റാൻ പറയും. അത് തന്നെ. അപ്പോൾ അവർ നേരിട്ട് ഇത് കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ പ്രോഗ്രാമാണ്. അപ്പം ഈ പ്രോഗ്രാമിൽ കുറേ ഇപ്പം ഞാൻ വിളിച്ചിട്ട് കുറേ ആൾക്കാർ വരുന്നു, സെലിബ്രിറ്റീസ് വരുന്നു. അപ്പം എന്നെക്കൊണ്ട് പറ്റും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതിൽ സക്സസ് ആകും അവർക്ക് തോന്നി. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അങ്ങനെ ഇവിടെ വരെ എത്തി. അതെ. ഇപ്പൊ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഒരു അഭിമാനമാണ്. അങ്ങനെ ആവണം. പോകുമ്പോൾ എപ്പോൾ എത്തി എന്നുവെച്ചാൽ ഞാൻ മിക്ക സമയം ട്രാവലായിരിക്കും. എന്നുവെച്ചാൽ ട്രാവലിംഗ് ആയിരിക്കും. നാട്ടിലങ്ങനെ വലുതായിട്ട് നിൽക്കാറില്ല. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ എപ്പോൾ എത്തി, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, വർക്കൊക്കെ എങ്ങനെ പോകുന്നു. ഞാൻ റീസെൻ്റായിട്ട് ഇപ്പോൾ എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ചെയ്ത ഏഷ്യ ഇൻ്റർനാഷണൽ എന്ന് വെച്ചാൽ ഓൾ തമിഴ്നാട് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇവൻ്റാണ് ഷോ ഡയറക്ഷൻ ചെയ്തത് ചെന്നൈയിലെ ട്രേഡ് സെൻറ്ററിൽ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനമ്മ, ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി. ഇപ്പോൾ നിലവിൽ ഞാനും അച്ഛനമ്മയും. ഓക്കെ. അതെ. ഇതിലൊരു അവാർഡ് എന്തോ അനൗൺസ് ചെയ്തു ഫാഷൻ അവാർഡ്. അതെങ്ങനെയാണ് അച്ചീവ് ചെയ്തത്? അത് അച്ചീവ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലാസ്റ്റ് ചെയ്ത ഈ പരിപാടി ഏഷ്യ ലെവലിൽ വരുന്നൊരു പ്രോഗ്രാമാണ്. ഈ ഓൾ തമിഴ്നാടെന്ന് മെൻഷൻ വരുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സിനാണ് മെയിൻലി ഇതിനൊരു ഇതുള്ളത്. എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് മീൻസ് ഇവിടെ നമ്മളെ ടുഡേ ഫോട്ടോ എന്ന അതിൻ്റെ ടൈറ്റിൽ നെയിം വരുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ മാർക്കറ്റിംഗ് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു അവാർഡ് വന്നത്. ഓക്കെ. അത് എന്നാണ്? അത് ഡിസംബറിലാണ് പ്രോഗ്രാം. മലേഷ്യയിൽ വെച്ചിട്ട്. സോ ട്രിവാൻഡ്രത്തിൽ നിന്ന് മലേഷ്യ വരെ എത്തിയിരിക്കുകയാണ്.
സോ ഇപ്പോൾ ഒരു ഹാപ്പി ലൈഫാണോ? അപ്പോൾ ഹാപ്പി ലൈഫാണെന്ന് വെച്ചാൽ ഹാപ്പി ലൈഫല്ല സത്യം പറഞ്ഞാൽ. കാരണം എന്തുകൊണ്ട്? നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹാപ്പിയാണ്. വർക്ക് ചെയ്യാത്ത സമയത്ത് വീട്ടിലെ സാഹചര്യങ്ങളായിരിക്കും എൻ്റെ മനസ്സിൽ പറഞ്ഞത്. കാരണം അമ്മ ഇപ്പോൾ 2 ആഴ്ച മുമ്പാണ് അമ്മ ICUലായിരുന്നു. നിമോണിയ വന്നിട്ട് ICUലായിരുന്നു, ഓക്സിജൻ കിട്ടാതെ. അത് കഴിഞ്ഞ് റിക്കവർ ആയി വന്നേ ഉള്ളൂ. ഇപ്പോൾ ഷീസ് ബെറ്റർ. ഓക്കെ. പക്ഷേ പൂർണ്ണമായിട്ട് കുറഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഒന്നും പറ്റാതിരിക്കട്ടെ. ഇനിയിപ്പോൾ ഫാഷൻ രംഗത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കറണ്ട് ട്രെൻഡിങ് ന്യൂസ് എന്ന് പറയുന്നത് മുമ്പ് അർജുനായിരുന്നു, പിന്നെ വയനാട് ദുരന്തമായിരുന്നു. ഇപ്പോൾ ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമാണോ? ബിക്കോസ് സിനിമ ഇൻഡസ്ട്രിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഫാഷൻ അല്ലെങ്കിൽ മോഡലിംഗ് എന്നൊക്കെ പറയുന്നത്. ഈ രംഗത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇതിലുണ്ട്. ഉണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റുപാടും തന്നെ നമ്മുടെ ഇൻഡസ്ട്രിക്കകത്ത് ഇപ്പോൾ 1000-ൽ ഒരാൾ നല്ലതായിരുന്നിട്ട് കാര്യമില്ലല്ലോ. ബാക്കി 999 പേരും എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേറെയാണ്. അതേപോലെ ബാക്കിയുള്ളവർ അതേപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ഓക്കെ. എന്താണ് സുർജിത്തിൻ്റെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാസ്റ്റിംഗ് ടൈമിൽ? ഞാൻ ഇപ്പോൾ ഓൺലൈനിലൊരു പോസ്റ്റർ ഇടുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മോഡൽസ് തന്നെ ആവട്ടെ. ഇപ്പം എനിക്കിപ്പോൾ ഒരു ഫിലിമിൻ്റെ കാസ്റ്റിംഗ് വന്നെന്ന് വെച്ചോ. ഇപ്പോൾ അതിൽ ഞാൻ ടേംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ എമൗണ്ട്, ഇപ്പോൾ നമുക്ക് എമൗണ്ട് വരുന്നതിൽ 30% അതൊന്ന്. അതേപോലെ തന്നെ നമ്മൾ ത്രൂ അല്ല എന്ന് വെച്ചാൽ ഈവൻ കോണ്ടാക്റ്റ് ഉൾപ്പെടെ ഷെയർ ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു വർക്കിന് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്കിന് പോകുന്ന കുട്ടി എന്ന് വെച്ചാൽ നമ്മളും കാണും. പക്ഷെ അവിടെ പോയിട്ട് നമ്മൾ പറയുന്ന കാര്യമല്ലാതെ അവിടെ പോയിട്ട് നമ്പർ ഷെയർ ചെയ്യുക, അവിടെ പോയിട്ട് കോണ്ടാക്ട് എന്ന് വെച്ചാൽ ഇപ്പം ഒരു സംഭവത്തിൽ കൊണ്ടെത്തിച്ചിട്ട് അവിടെ നിന്ന് കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൽ ഇപ്പോൾ 2 രീതി ചിന്തിക്കാം. ഓക്കെ, മനസ്സിലായോ? അപ്പം ഞാനിതൊക്കെ ഓൾറെഡി പറയും, നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതൊക്കെയാണ് മെയിൻലി ഞാൻ നോക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ സിനിമാ ലോകത്തിൽ ഈ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ വേറെ പല പ്രമുഖർ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ഈ ഫാഷൻ രംഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇത്? ബ്രോ തന്നെ പറഞ്ഞു അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്, പീഡനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഈ ഫാഷൻ രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ശരീരം വരെ തുറന്ന് കാണിക്കാം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആൾക്കാർ വരെയുണ്ട്. കൂടെ കിടക്കാനും റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ വല്ലവരും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അപ്രോച്ച് ചെയ്തിട്ടുള്ള എൻ്റെ പ്രോഗ്രാമിനാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്രോച്ച് എന്ന് വെച്ചാൽ എൻ്റെ ബ്യൂട്ടി പേജിന് ഇതിന് ടൈറ്റിൽ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഫണ്ടാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഫണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ നമ്മളെ നമ്പർ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഷെയർ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഷെയർ ആവുന്നതനുസരിച്ച് നമുക്ക് അറിഞ്ഞൂടാ ആരാ എന്താന്ന്. ഇപ്പം നമുക്ക് ഒരുപാട് ഫോട്ടോസ് വരും, അതേപോലെ തന്നെ ഡീറ്റെയിൽസ് വരും. അപ്പം ഞാൻ ചോദിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വർക്ക് പറഞ്ഞ സമയത്ത് ഞാൻ ഇവരായിട്ടുള്ള കോൺടാക്റ്റ് ഉള്ളൂ. ഇവരൊക്കെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇപ്പോൾ എൻ്റെ വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി ഇപ്പോൾ ഫോട്ടോസ്, നെയിം, ഇൻട്രസ്റ്റഡ് ഇൻ ഫിലിം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ എൻക്വയറി വരും. അപ്പം നമുക്കിപ്പോൾ ആവശ്യമുള്ള ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു 1 ടൈം വീഡിയോ ആണ്. പക്ഷേ 1 ടൈം എന്ന് വെച്ചാൽ 1 മിനിറ്റ് വീഡിയോ ആണ്. അവരെ സെൽഫ് ഇൻട്രോ അത് മതി. നമുക്ക് ആ ഒരു 1 മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ മതി. അത് മാത്രം നമുക്ക് അയച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു മോഡലാവണം അല്ലെങ്കിൽ ഒരു റാമ്പിൽ വാക്ക് ചെയ്യണം, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? ഒരുപാട് പേരുടെ സംശയമാണ് ഇത്. ഇപ്പോഴും ഇപ്പോൾ സുലഭമാണ്, ഒരു ഫോട്ടോഗ്രാഫറെ കിട്ടി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാം. എന്നാലും പല ആൾക്കാരും റാമ്പിലേക്ക് എത്തുന്നില്ല. ഈ ഫാഷൻ രംഗത്തിൽ അല്ലെങ്കിൽ മോഡലിംഗ് രംഗത്തേക്ക് വരാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ബ്രോ, ഞാനൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മോഡലിംഗ് രംഗത്ത് വരാൻ വേണ്ടിയിട്ട്, മോഡലിംഗ് രംഗം എന്ന് പറഞ്ഞാൽ ഫാഷൻ ഷോ മാത്രമല്ല. സത്യം പറഞ്ഞാൽ ഫാഷൻ ഷോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പാർട്ടാണ്. എന്ന് വെച്ചാൽ ഒരു ഡിസൈനറിൻ്റെ കോസ്റ്റ്യൂം പ്രസൻറ്റേഷൻ എന്ന് വെച്ചാൽ കോസ്റ്റ്യൂം ഷോക്കേസിങ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അവരെ പുതിയൊരു കളക്ഷൻ നമ്മൾ റാമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ എന്നൊക്കെ പറയാം. അതിന് വേണ്ടിയിട്ട് മോഡലിനെ ഇത് ചെയ്യുന്നതാണ്, കാസ്റ്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല സത്യം പറഞ്ഞുള്ള മേഖല. സത്യം പറഞ്ഞാൽ ഇപ്പം
അന്ന് ബാക്ക് അടിച്ച സമയത്ത് എനിക്ക് വലുതായിട്ട്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഇക്ക ഉണ്ടെന്നുണ്ട്, പുള്ളിക്കും ഒരുപാട് തന്നെ ഇതിനകത്ത് അറിയത്തില്ല. ആ സമയത്ത് ടെക്നോളജി അറിയാമല്ലോ, ഒരുപാടൊന്നും വളർന്നിട്ടില്ല. പുള്ളിക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത്. പിന്നെ ഞാൻ ഈ കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് നിന്നപ്പോൾ ഈ പുള്ളി അല്ലാതെ വേറെ ആൾക്കാർ ഒരാളായിട്ട് എനിക്ക് കോൺടാക്റ്റ് ഇല്ല, കോൺടാക്റ്റ് ആരും തരണ പോലും ഇല്ല. അപ്പോൾ ഫാഷൻ, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഫാഷൻ ഷോ മാത്രമല്ല, ഫാഷൻ ഷോന് അല്ലാതെ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ഷൂട്ട്സ് ഉണ്ട്, ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട്, ഇതിനൊക്കെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഇതിലോട്ട് എങ്ങനെ എത്തിപ്പെടുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് മോഡലിംഗ് ചെയ്യണം. അപ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജിനും എൻ്റെ ശരീരത്തിനും പറ്റിയൊരു പാർട്ടെന്ന് വെച്ചാൽ ഇതിലൊരു കാറ്റഗറി ചെയ്യുമ്പം അതിലൊരു ഇതുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഹൈറ്റ് കുറവാണ്, പക്ഷേ എനിക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അഡ്വർടൈസ്മെൻറ്റ് ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഷൂട്ട്, അവിടെ ഫേസാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ ഒരു ഫിറ്റ്നസിൻ്റെ ഷൂട്ട് അവർ ജിമ്മൊക്കെയാണ് നോക്കുന്നത്, ബോഡിയാണ് നോക്കുന്നത്. അതേപോലെ തന്നെ കാറ്റഗറി ചെയ്യുന്നുണ്ട് എല്ലാം. നമ്മൾ ഏത് കാറ്റഗറിയിൽ വരും നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞാൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇന്ന് അന്നത്തെ പോലെ അല്ല ടെക്നോളജി, ഇന്ന് നല്ല ഡെവലപ്പായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് കേരളത്തിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ പോലും ഇഷ്ടംപോലെ ഗ്രൂമേഴ്സ് ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്. ഓൺലൈൻ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഗ്രൂം ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നോക്കാതെ ചില പിള്ളേർ ഈ ഇൻസ്റ്റഗ്രാം മാത്രം നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫ്ലുവൻസ് അത് കറക്റ്റാണോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ മാത്രം അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്ന് റിസർച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ പറഞ്ഞ കറക്റ്റാണോ അത് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അതേപോലെ 10 പേര് പറയും. പക്ഷേ 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഡിഫറെൻ്റ് ഒപ്പീനിയൻ പറയും. അപ്പം നമുക്ക് കിട്ടും അതിലൊരു 5 പേര് ഈ ഒരു ഫ്ലോയിൽ പറയും. അത് നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് കറക്റ്റ് വേ ആണോ. ഷോ ഡയറക്ടർ അല്ലെങ്കിൽ ഫാഷൻ ഷോ ഡയറക്ടർ സുർജിത്തിന് എന്താണ് പറയാനുള്ളത്? എന്തിനെ കുറിച്ചാണ്? ഈ മേഖലയിലേക്ക് വരാനായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നാണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം നിങ്ങൾ ഇപ്പം മോഡലിംഗ് ട്രൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മോഡലിങ്ങിലേക്ക് നോക്കുന്നുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഗ്രൂമർ നല്ലൊരു പ്രൊഫൈലുള്ള അല്ലെങ്കിൽ നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവുക. അല്ലെങ്കിൽ അവരുടെ ഐഡിയ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണെന്ന് പറയാൻ കാരണം വെച്ചാൽ അവർ ചെയ്ത വർക്ക്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 19 ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഈ ഷോസാണ് അല്ലെങ്കിൽ ഇത്രയും വർക്കാണ്, എൻ്റെ വർക്ക് ക്വാളിറ്റി അനുസരിച്ചാണ് എൻ്റെ അടുത്ത് ഓരോ ആൾക്കാർ പറഞ്ഞത് അല്ലേ. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് പോവുക. അല്ലാതെ ചുമ്മാ ഇപ്പോൾ ഒരു 1000 3000 എന്നൊക്കെ പറഞ്ഞ് പല പോസ്റ്ററും പല കാര്യങ്ങളും പല ആൾക്കാരും ഇടുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് കുറേ പേര് പോവും, പൈസ പോയി, മറ്റത് പോയി, മറിച്ച് പോയി എന്ന് പറഞ്ഞ് ഇത് ഇവരെന്ത് ചെയ്യും, സോഷ്യൽ മീഡിയയിൽ തന്നെ ചിലപ്പോൾ ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ. ഇൻഡസ്ട്രിയാണ് അത് ബാധിക്കുന്നത്, ആ ഒരു വ്യക്തി മാത്രമല്ല. അങ്ങനെയും സംഭവങ്ങളുണ്ട് ബ്രോ. ഇപ്പോൾ ബ്രോൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് പല ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടാവും. അതെ. അപ്പോൾ അത് നമുക്കിപ്പോഴും ബ്രോയ്ക്ക് തന്നെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുപോലെ തന്നെ പ്രമുഖരായി ഇപ്പോൾ ഡാലു ഒക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് എത്താനായിട്ട് ഭയങ്കര ടഫാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മോഡലാവാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾ മാത്രമല്ല ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഇതിൽ വീണു പോകും. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ബ്രോ പറഞ്ഞു നമ്മൾ പ്രൊഫൈൽ നോക്കി ചെക്ക് ചെയ്ത് എത്തണം എന്ന് പറഞ്ഞല്ലോ, എങ്ങനെ അവർക്ക് എത്തിപ്പെടാൻ പറ്റും ബ്രോ? ഇപ്പോൾ ഈ പറഞ്ഞ ആർക്ക് വേണോ ആരുടെ എത്താൻ എളുപ്പമാണ്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരുടെ കോൺടാക്റ്റും ഉണ്ട്. ഇപ്പം ഒരു അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ മെസ്സേജിനൊരു ഓപ്ഷൻ ഉണ്ട്. ഇവരെല്ലാം അതിൽ എപ്പോഴും ചെക്ക് ചെയ്യണമെന്നില്ലല്ലോ. ഇല്ല, ഇപ്പം ഞാൻ ചെക്ക് ചെയ്യും. ഞാൻ എന്തായാലും ചെക്ക് ചെയ്യുന്നുണ്ട്. ധൈര്യമായിട്ട് എല്ലാവരും മെസ്സേജ് അയച്ചു. അതേപോലെ തന്നെ ഡാലു ആണെങ്കിൽ പോലും ഡാലുവിൻ്റെ ഓഫീസ് നമ്പറുണ്ട്, അവൈലബിൾ ആണ്. ഡാലുവിൻ്റെ പേജിൽ അത് പബ്ലിക് ആയിട്ടുണ്ട്. അത് ജൂഡായാലും ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ അവരവരെ ഈ ബിസിനസ് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരിലെത്താൻ പറ്റും. പഴയ പോലെ പണ്ടാണ് ഇത് കിട്ടാത്തത്. കാരണം അന്ന് ഇത്ര സോഷ്യൽ മീഡിയ ആരും ആക്റ്റീവ് അല്ലായിരുന്നു, വർക്ക് ഷെയർ ചെയ്യാറോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എല്ലാവരും ലൈവാണ്. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നു, ഇതിലെങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കുക? അതായത് ഒരു പ്രായം കഴിഞ്ഞ ചില ആൾക്കാർ, ഇപ്പോൾ സ്ത്രീകൾ നോക്കുകയാണെങ്കിൽ തടി വയ്ക്കും, പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്ക് മാറാൻ സാധ്യതയുണ്ട്, മുടി കൊഴിയാൻ സാധ്യതയുണ്ട്, പല രീതിയിൽ നമുക്ക് ഓരോ ഏജിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാൻ പറ്റുക? നമുക്കിപ്പോൾ ഇതിലോട്ട് ആഗ്രഹമുണ്ട്, ഇതിൽ നമുക്ക് വർക്ക് വേണം, ഇതൊരു പ്രൊഫഷണലായി കാണുന്ന ഒരാളാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം അതിനനുസരിച്ചുള്ള ഉറക്കം, ഫുഡ്,
ഇപ്പോൾ അതിനുള്ള മെഡിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നം വരില്ല. അതൊരു ഏജ് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 30-40 വയസ്സിന് ശേഷം അതുവരെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇന്നും 40 വയസ്സുള്ള ആൾക്കാരെ കണ്ടാൽ നമുക്ക് ആ ഒരു ഏജ് തോന്നിക്കാത്ത ആൾക്കാർ ഇന്ന് ഫാഷൻ ഇൻഡസ്ട്രിക്കകത്തുണ്ട്, പല ആൾക്കാരുണ്ട്. അപ്പോൾ അത് പ്രൊഫഷണലായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യും. ബാക്കി ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു പാഷനായിട്ട് പോലും കാണില്ല, ഇത് അറിയാൻ വേണ്ടി ടൈം പാസ് എന്ന് പറയും. അവർ ഓരോ കാര്യം യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഓരോ കാര്യം ചെയ്യുന്നതനുസരിച്ച് അവരെ ഓരോ നേട്ടങ്ങൾ ലോസ് ആയിക്കൊണ്ടേയിരിക്കും. അവരെ നമുക്കിതിൽ കൂട്ടിയിട്ട് കാര്യമില്ല. പ്രൊഫഷണലായിട്ട് കാണുന്ന ആൾക്കാർ അവരാഗ്രഹം അത് പ്രൊഫഷണൽ ആക്കാനാണെന്നുണ്ടെങ്കിൽ അവരത് ആക്കിയിരിക്കും, എന്നുവെച്ചാൽ അവരത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞു, പണ്ടത്തെ കാലമല്ല, ഇപ്പോൾ കാലഘട്ടം മാറി, കല്യാണം കഴിഞ്ഞു, അവർക്ക് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അതെ, അവർക്ക് എങ്ങനെ ഇതിലേക്ക് എത്താൻ പറ്റും? അവർക്കിപ്പോൾ നിലവിൽ മിസ്സിസ് കാറ്റഗറിയിൽ പേജൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ മിക്ക ആൾക്കാരും ഈ മിസ്സിസ് കാറ്റഗറി പേജൻസിലൊക്കെ മത്സരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അവർ ഈ ഇൻഡസ്ട്രി അറിയുന്നത്. അല്ലാതെ ഡയറക്റ്റ് മോഡലിങ്ങിലോട്ട് ഇപ്പോൾ എൻ്റെ ഏജൻസിയിൽ ഇപ്പോൾ നിലവിൽ പറഞ്ഞ എല്ലാം മിസ്സിസിൽ മത്സരിക്കാൻ വരുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഇവർ മത്സരിക്കാൻ പറയുന്നതിന് വേറൊരു റീസൺ ഉണ്ട്. എന്ന് വെച്ചാൽ അവരെ വീട്ടിലെ ആൾക്കാർക്ക് ആർക്കും ഇതിനെ പറ്റിയിട്ടുള്ള എന്ന് വെച്ചാൽ എൻ്റെ സെയിം സിറ്റുവേഷൻ പോലെ തന്നെ അവരെ വീട്ടിലെ ആർക്കും ഇതിനെപ്പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിവില്ലായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു വേദി കിട്ടിക്കഴിയുമ്പം ഇതിൽ QA റൗണ്ട്, ഇൻട്രൊഡക്ഷൻ റൗണ്ട് എന്നൊക്കെ പറഞ്ഞ റൗണ്ട്സ് ഉണ്ട്. ആ റൗണ്ട്സിലൂടെ ഇവരെ പറ്റി അവരങ്ങ് പറയും. അപ്പോഴാണ് ഇവരെ വീട്ടുകാർ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിലൂടെയാണ് ഇവരൊക്കെ ഇത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഷോയിൽ തന്നെ അല്ലെങ്കിൽ എൻ്റെ പേജൻറ്റിൽ തന്നെ പല ആൾക്കാരും അങ്ങനെ എന്നുവെച്ചാൽ അവരുടെ വീട്ടുകാർ എൻ്റെ മുമ്പിൽ എന്ന് വെച്ചാൽ ഞാൻ ബാക്കിൽ നിന്ന് ഷോയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം മിക്ക ആൾക്കും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ലൈവായിട്ട്. എന്നുവെച്ചാൽ അവരെ അച്ഛനും അമ്മയായിരിക്കും. അവർ സ്റ്റേജിൽ നിന്ന് മൈക്കിൽ പറയുന്നത് ഇവരിവിടെ കേൾക്കുക. അപ്പോഴായിരിക്കും അവർ ആഗ്രഹങ്ങൾ അറിയുന്നത്. അതെ, ആ അറിയുന്ന സമയം തൊട്ടാണ് ഇവർ സപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അല്ലാതെ ഇപ്പം ഡയറക്റ്റ് മോഡലിങ്ങിലോട്ട് ഒരാൾ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഒരുപാട് ചിലവുള്ള ഒരു മേഖലയും കൂടിയാണല്ലോ ഫാഷൻ. അതെങ്ങനെ ഇപ്പോൾ ഒരു പൂറായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ സാമ്പത്തികം ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെ ഈ മോഡൽ ഇൻഡസ്ട്രിയിലേക്ക് കയറി വരാൻ പറ്റും? വീട്ടിൽ സാമ്പത്തികം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആളാണ് അല്ലേ, മോഡലിംഗ് ചെയ്യണം അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണം, ഇതൊക്കെ ഓൺലൈനിലുണ്ട്, ഗൂഗിളിൽ തന്നെ ഉണ്ട്. അങ്ങനെ സാമ്പത്തികം കുറവായിട്ടുള്ള ആൾക്കാർ ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്ത് അതിനെപ്പറ്റി എന്ന് വെച്ചാൽ അതിനെപ്പറ്റി അറിവ് ഉണ്ടാക്കിയിട്ട് ഇതിലോട്ട് വരുമ്പോൾ അവർക്ക് ഐഡിയ ഉണ്ടാവും. ആവശ്യമുള്ള സാധനത്തിന് മാത്രം ഫണ്ട് ഇറക്കുക, ആവശ്യമുള്ള സാധനത്തിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. എന്താണ് ഈ ആവശ്യമുള്ള സാധനം? ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇതുവരെ വന്നു, അതിൻ്റെ ഒരു എക്സ്പെൻസ് ഉണ്ട്, ചിലവുണ്ട്. അതേപോലെ നമ്മൾ ആവശ്യമുള്ള സാധനത്തിന് ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ മോഡലിംഗ് ഫീൽഡിൽ ഇമ്പോർട്ടൻ്റ് ഒരു പോർട്ട്ഫോളിയോ ആണ് മെയിനായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് റെസ്യൂം കൊടുക്കുന്ന പോലെ ഇതിൽ പോർട്ട്ഫോളിയോ ആണ്, അതിനൊരു എക്സ്പെൻസ് വരും. ആ ഒരു എക്സ്പെൻസ് അതെന്തായാലും നമുക്ക് ചെയ്തേ പറ്റും, അത് എന്തായാലും മുടക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം അവരുടെ യുക്തി അനുസരിച്ച്. അതെ, അവർക്ക് ആ ഒരു ടാലൻ്റ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് പറ്റും എന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ ഫണ്ടില്ലാത്ത എന്ന് വെച്ചാൽ പാവപ്പെട്ട വീട്ടിലെ പിള്ളേരൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പല ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പരിപാടിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പരിപാടി മാത്രമല്ല, ഷൂട്ട് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ക്വാളിറ്റി ഉണ്ട്, എന്ന് വെച്ചാൽ ക്വാളിറ്റി ഉണ്ടായിട്ടും പൈസ മുടക്കാനില്ല. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, കാരണം അവരുടെ ഫേസിന് വാല്യൂ ഉണ്ട്. ഈ ഫേസിന് വാല്യൂ എങ്ങനെയാണ്? ഫേസിന് വാല്യൂ ഇപ്പം നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ ഷൂട്ട് വന്ന് ആ പ്രൊഡക്റ്റിന് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഫേസ് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഉണ്ട്, ബോഡി ഷേപ്പ് ഉണ്ട്. അതൊക്കെ അവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യണ ഒരു കുഴപ്പമില്ല. അവിടെ അവർ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, അവർ വർക്ക് ചെയ്യുക, അവരതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങുക, പോവുക. വേറെ പരിപാടിയൊന്നുമില്ല. പക്ഷേ ഈ പോർട്ട്ഫോളിയോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ലേഡീസിൽ ഉണ്ടാവുന്ന ഡൗട്ട് ഉണ്ട്, പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഈ പോർട്ട്ഫോളിയോയിൽ ഇനാവിൽ കാണിച്ചും അല്ലെങ്കിൽ കുറച്ച് സെക്സി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ കാണിക്കുന്നത് നല്ല നിർബന്ധം? അവരുടെ ഇഷ്ടമാണ് ബ്രോ, അത് അവരുടെ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നിർബന്ധമുണ്ടോ അതിൽ? ഇല്ല. കാരണം വെച്ചാൽ പോർട്ട്ഫോളിയോയിൽ എന്ന് വെച്ചാൽ മിനിമം 12 ഫോട്ടോ വരും, 4 കോസ്റ്റ്യൂം, ഡിഫറെൻറ്റ് എന്ന് വെച്ചാൽ കാഷ്വൽ തന്നെ, ട്രഡീഷണൽ തന്നെ, അങ്ങനെ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂം. അതിൽ തന്നെ അവർക്ക് ഇവരുടെ ഇഷ്ടമാണ്, വെച്ചാൽ ഇവരെ കംഫർട്ടാണ്. അല്ലാതെ നമ്മൾ പൈസ കൊടുത്താണ് ചെയ്യുന്നത്.
നല്ലൊരു ഫോട്ടോഗ്രാഫറിനെ കണ്ടെത്തിയിട്ട് നമുക്കൊരു പോർട്ട്ഫോളിയോ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളെ കംഫർട്ടിനനുസരിച്ചാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അവർ നമ്മളെ വർക്കിന് വിളിച്ചതല്ലല്ലോ. നമ്മൾ പൈസ മുടക്കി ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെ കംഫർട്ടാണ് നോക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് വരുന്നത് ബയോഗ്രഫി, പിന്നെ അവരുടെ മെഷർമെൻറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഒരു കോട്ട് കാണും, അവരെ റിലേറ്റഡ് ആയിട്ട് ഒരു കോട്ട് കാണും. ഇത്രയും തന്നെ മതി ഒരു പോർട്ട്ഫോളിയോ കാണിക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഇല്ല ബ്രോ, അവരുടെ ഇഷ്ടമാണ്, അവരെ കംഫർട്ട്. ഫാഷൻ ഇൻഡസ്ട്രിക്ക് ക്ലീവേജ് കാണിക്കണം ഒരു ആവശ്യമില്ല. അങ്ങനെ ഷൂട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ വരിക. അതെ, ഇനി അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ അതെ ബുദ്ധിമോശം എന്ന് വേണമെങ്കിൽ. അതെ. പിന്നെ അങ്ങനെ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ബ്രോ, ഇപ്പോൾ മോഡൽ എന്ന് വെച്ചാൽ ഡമ്മിയാണ്. ഇപ്പം നമ്മളൊരു ടെക്സ്റ്റൈലിൽ പോയാൽ ഡമ്മിക്ക് പല ടൈപ്പ് കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട്, അത് തന്നെയാണ് മോഡൽ. ഇപ്പോൾ ഒരു കോസ്റ്റ്യൂമറെ സംബന്ധിച്ച് ആ കോസ്റ്റ്യൂമറിൻ്റെ സാധനം മോഡൽ ഇടണം, അവിടെ തിരിച്ചൊരു ചോദ്യമില്ല. അതിടാൻ ഓക്കെ ആയിട്ടുള്ള ആൾ മാത്രമാണ് ഇങ്ങോട്ട് വരേണ്ടത്. പക്ഷേ ഫാഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെൻഡ് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഒരു ഡിസൈനർ ഒരു കോസ്റ്റ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കോസ്റ്റ്യൂം നമ്മൾ അവരെ ഇഷ്ടമാണ് ക്ലീവേജ്, അവരെ നമുക്കൊന്നും പറയാം, അത് വർക്കാണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ചെയ്താൽ മതി. അത് നേരത്തെ തന്നെ പറഞ്ഞു വെക്കും. ഷോയിൽ മാത്രമാണ് നേരത്തെ കോസ്റ്റ്യൂം ഇത് ചെയ്യാത്തത്. കോസ്റ്റ്യൂമിൻ്റെ റെഫറൻസോ കാര്യങ്ങളോ കൊടുക്കാതെ കോസ്റ്റ്യൂം അന്നത്തെ ദിവസം, പക്ഷേ എന്ത് റിലേറ്റഡ് ആയിരിക്കും എന്ന് മാത്രമേ അവർ പറയുള്ളൂ. ഇപ്പം ചില ഷോസിന് വന്നിട്ട് ഓൾറെഡി ഫിറ്റിംഗ് നോക്കും, ഷോയ്ക്ക് ഒരു 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് ഫിറ്റിങ്സ് നോക്കും. പിന്നെ ചില ഷോസിൽ ഫിറ്റിങ്സ് നോക്കാറില്ല, ഷോയുടെ അറ്റ് എ ടൈമാണ് നോക്കുന്നത്. അങ്ങനത്തെ ഷോസിന് മാത്രമാണ് ഞാൻ പറഞ്ഞ പോലെ എന്ത് കോസ്റ്റ്യൂമാണ് പറഞ്ഞത്. പക്ഷേ ചിലപ്പോൾ വെസ്റ്റേണിൽ തന്നെ ഏതെങ്കിലും ഒരു ഇതായിരിക്കും, വേറെ ആയിരിക്കും. അങ്ങനെ കോസ്റ്റ്യൂമിൻ്റെ ഇത് മാത്രമേ പറയൂ, അല്ലാതെ എൻ്റെ സ്കെച്ചസോ അതിൻ്റെ ഒരു കാര്യം കൊടുക്കില്ല. ഓക്കെ. ഇനി എൻ്റെ ഏറ്റവും വലിയൊരു ഡൗട്ടാണ്, നിങ്ങൾ ഈ ഫാഷൻ ഷോ നടത്തുന്ന സമയത്ത് എന്തിനാണ് അനാവശ്യമായി ഒരുപാട് ചോദ്യങ്ങൾ, ജനറൽ നോളേജ് ചോദിക്കും, സെൽഫ് ഇൻട്രോ ഓക്കെ, ജനറൽ നോളേജ്, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയോ, പാട്ട് പാടാൻ അറിയോ, ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്? ബ്രോ, അങ്ങനത്തെ ചോദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ലോക്കൽ എന്ന് പറയാൻ കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഞാനായപ്പോലും ഇത് പഠിച്ചു വന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചു വന്ന ആളാണ്. ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ 2 ഷോയും 3 ഷോയും ചെയ്തിട്ട് പുതിയതായിട്ടൊരു ഏജൻസി സ്റ്റാർട്ട് ചെയ്ത് അവർ ഇപ്പോൾ ബ്രോയ്ക്ക് 1 ലക്ഷം രൂപ മുടക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ മുടക്കാൻ പറ്റും, ഇവൻറ്റ് കിട്ടും, മൊത്തത്തിൽ ഒരു കൊടക്കീഴിൽ ഇവൻ്റ് വരെ കിട്ടും, ഒരു വെന്യൂ എടുത്താൽ ബ്രോയ്ക്ക് ഒരു ഷോ ചെയ്യാം അല്ലേ? അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ഇതിൽ പറഞ്ഞാണ് ലോക്കലി ഉള്ള ജഡ്ജസ്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഗ്രാഹ്യമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ പൈസ വാങ്ങിച്ചിട്ട് വരെ ഇരുത്തുന്ന ഷോസ് ഉണ്ട് ഇവിടെ. ഞാൻ പേരൊന്നും പറഞ്ഞു, നമ്മൾ ആരെയും മാർക്കറ്റ് ഇത് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഇവൻറ്റ്സിലാണ് ഇങ്ങനത്തെ ടപ്പ് ചോദ്യങ്ങൾ വരാറുള്ളത്. QA റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ QA റൗണ്ട് ഇപ്പം നമ്മളൊരു വിന്നർ എന്ന് പറഞ്ഞാൽ ആ ആൾ നാളെ ഒരു വേദിയിലോ അല്ലെങ്കിൽ നാളെ ഒരു പൊതുസ്ഥലത്ത് നിന്ന് അയാളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ ത്രാണി ഉണ്ടായിരിക്കണം. അതിപ്പം എന്തിനു ബന്ധപ്പെട്ടായാലും അങ്ങനെ ഒരാളിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ആവശ്യകത എന്താണ്? ലൈക്ക് നിങ്ങൾ ഒരു ഫാഷൻ, ഇട്ട ഡ്രസ്സ്, അറ്റയർ, ലുക്ക്, ഇതല്ല ഫോക്കസ് ചെയ്യുന്നത്? അല്ല ബ്രോ, ബ്യൂട്ടി പേജിന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ബ്യൂട്ടി പേജ് എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റിൽ ഇപ്പം മിസ് ട്രിവാൻഡ്രം, പക്ഷെ ആ ട്രിവാൻഡ്രത്തിന് ഇത് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അതെ, ഇപ്പം മിസ് കേരള, അപ്പം കേരള ഇത് ബന്ധപ്പെട്ടിരിക്കണം. ആ ആൾക്ക് എന്തുമാത്രം പ്രോഗ്രാംസ് അല്ലെങ്കിൽ എന്തുമാത്രം വർക്ക് വരും, അല്ലെങ്കിൽ എന്തുമാത്രം പൊതു സ്ഥലങ്ങളിൽ പോകേണ്ടി വരും, പബ്ലിക് റിലേറ്റഡ് ആയിട്ട് പല ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യേണ്ടി വരും, പബ്ലിക് റിലേറ്റഡ് ആയിട്ട് നിൽക്കേണ്ടി വരും. അപ്പോഴൊക്കെ അവരുടെ അടുത്ത് ഇപ്പോൾ ഈ ഷോ ബന്ധപ്പെട്ട് തന്നെ ചോദ്യം ചോദിക്കണമെന്നില്ല. ഓക്കെ, അവരുടെ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ജനറൽ നോളജ്. പക്ഷേ ഈ പാട്ട് പാടാൻ അറിയാത്ത ആൾക്കാരും നല്ല ഭംഗിയുണ്ടാവും, അവർക്ക് പാട്ട് പാടാൻ അറിയില്ല, ചിലപ്പോൾ ഡാൻസ് കളിക്കാൻ അറിയില്ല. ഈ QA റൗണ്ടിൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ എന്തായിരിക്കും? അങ്ങനത്തെ ചോദ്യം സത്യം പറഞ്ഞാൽ ഫ്ലോപ്പാണ്. അങ്ങനത്തെ ചോദ്യമില്ല. ടാലന്റ് റൗണ്ട് എന്നൊരു സംഭവമുണ്ട്. സ്റ്റാൻഡേർഡ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ എൻ്റെ ഷോയിൽ ഞാൻ ഇപ്പോൾ മിസ്റ്റർ വാൻഡ്രത്തിലുള്ള ഇതെന്ന് പറഞ്ഞാൽ QA ഉണ്ട്, ടാലന്റ് റൗണ്ട് ഉണ്ട്, കോസ്റ്റ്യൂം റൗണ്ട് ഉണ്ട്, പിന്നെ അവരുടെ യോഗ റൗണ്ട് പ്രസൻറ്റേഷനാണ് നമ്മൾ നോക്കുന്നത്. അവർ ചെയ്യുന്ന പ്രസൻറ്റേഷൻ, നമ്മൾ ആ പ്രസൻറ്റേഷനാണ് മാർക്ക് ഇടുന്നത്. ഇനി എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഫാഷൻ ഷോ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഈ ഒരുപാട് ജനറൽ നോളേജ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയോ, പാട്ട് പാടാൻ അറിയോ, ഇതിനൊക്കെ ആവശ്യകത എന്താണ്? സത്യം പറഞ്ഞ ബ്രോ, അങ്ങനെ ചോദിക്കുന്നത് തന്നെ ഫ്ലോപ്പാണ്. ഒന്നാമത്തെ കാര്യം,
അതിനൊക്കെ ഓരോ റൗണ്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ വരുന്ന ടാലൻറ്റ് റൗണ്ടിലാണ്. QA-ക്കകത്തല്ല. QA-ക്കകത്ത് ജനറൽ നോളജാണ് ചോദിക്കുന്നത്. ജനറൽ നോളജിൽ തന്നെ കോമൺ ആയിട്ടുള്ള കാഷ്വലായിട്ട് ഇപ്പോൾ ഇന്ന് ലൈവ് ന്യൂസ് വന്ന കാര്യം വരെ ചോദിക്കും. എന്തിനാണ് അത് ചോദിക്കുന്നത്? അത് ചോദിക്കുന്നത് വെച്ചാൽ നമ്മളെ ടൈറ്റിലിനൊരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ടൈറ്റിൽ മിസ്റ്റർ വാൻഡ്രം, മിസ്സിസ് ട്രിവാൻഡ്രം, മിസ്റ്റർ ട്രിവാൻഡ്രം ആണ്. ഇപ്പോൾ ഈ മിസ്റ്റർ വാൻഡ്രം ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മിസ്റ്റർ വാൻഡ്രം ബന്ധപ്പെട്ട് ഒരു വേദിയിൽ പോയി നിൽക്കുകയോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയോ ആ സമയത്ത് ഒരാളോട് ചോദ്യം ചോദിച്ചാൽ അവന് ആ ആൾക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. അതാണ് അവരെ ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ സമൂഹം ബന്ധപ്പെട്ടുള്ള ചോദ്യം വരുന്നത്, അല്ലെങ്കിൽ GK വരുന്നത്. പക്ഷെ ആ ആളെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, ആൾക്ക് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം ബാക്ക് ആണെങ്കിൽ ആൾക്ക് എങ്ങനെയാണ് ഈ ഫാഷൻ രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുക? ബ്രോ, ഇതെല്ലാം മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അവരുടെ ഫേസ് മാത്രമല്ല നോക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഷേപ്പ് മാത്രമല്ല ബ്രോ, എല്ലാ ക്വാളിറ്റിയും നോക്കുന്നത്. എല്ലാ ക്വാളിറ്റി നോക്കിയാൽ ടൈറ്റിൽ വിന്നർ ആവും. അതെ, ഓക്കെ. ബാക്കിയുള്ളത് ഫസ്റ്റ് റണ്ണറപ്പ്, സെക്കൻഡ് റണ്ണറപ്പ്, സബ് ടൈറ്റിൽസ് അങ്ങനെ പോകും. പക്ഷെ നിങ്ങൾക്ക് ഭംഗിയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാഷൻ രംഗത്ത് മോഡലിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് ആഡ് അങ്ങനത്തെ രീതിയിൽ വേണമെങ്കിൽ പോണെങ്കിൽ പോവാം. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു കാര്യം ചോദിക്കുന്നത് വെച്ചാൽ ഏതൊക്കെ കാറ്റഗറിയിലാണ് ഒരു ആൾക്ക് മോഡൽ എന്ന രീതിയിൽ പങ്കെടുക്കാൻ പറ്റുക? ഏതൊക്കെ കാറ്റഗറിയിൽ എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യലായിട്ട് വർക്ക് ചെയ്യാം. കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം പേയ്മെൻറ്റ് കിട്ടുന്ന മേഖല. കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്, ഇ-കൊമേഴ്സ്, ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട് ഇതിൻ്റെയൊക്കെ ഷൂട്ടുകൾ ചെയ്യുക. എന്നുവെച്ചാൽ ഇപ്പോൾ ബാംഗ്ലൂർ നടക്കുന്നത് വെച്ചാൽ ആമസോൺ, മിന്ത്ര ഷൂട്ടിന് ഒരു ദിവസം 10,000 രൂപ വാങ്ങുന്ന ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ ഒരു ദിവസം 10-30 കോസ്റ്റ്യൂം മുകളിൽ വരും. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ഷൂട്ടെന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം ഇട്ട് വന്ന് ഇന്ന് 4 ക്യാമറയാണ്. ഒന്ന് തിരിഞ്ഞാൽ മതി, ആ ഒരു കോസ്റ്റ്യൂമിന്റെ ഷൂട്ട് കഴിഞ്ഞു അടുത്ത കോസ്റ്റ്യൂം മാറി മാറി വരണം. ഷർട്ട് ഇട്ട് വെറുതെ നിന്ന് ഒന്ന് തിരിഞ്ഞാൽ മതി. ഫോട്ടോ ബ്രോ, ഫോട്ടോ ഞാൻ അറ്റ് എ ടൈം എഡിറ്റ് ഉൾപ്പെടെ പോവുകയാണ്. അങ്ങനെയാണ്. കേരളത്തിൽ ഇല്ല അതിപ്പോ. കേരളത്തിലുള്ളതെന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ വർക്കുണ്ട്, പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരില്ല. ഇങ്ങനെ ഒരു പരിപാടിയില്ല. ബാംഗ്ലൂരുണ്ട്. അതാണ് ഇവിടെ നിന്നുള്ള എല്ലാ ഇപ്പം ബ്രാൻഡ്സും ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു കോസ്റ്റ്യൂമിന് 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്, ഒരു കോസ്റ്റ്യൂമിന്. അങ്ങനെ 10, 30, 40, 50, 60 രാവിലെ തുടങ്ങി രാത്രി വരെ പോകും. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ പോയി ചെയ്യാം, മോഡലായിട്ട് മാറാം. അല്ല, മോഡലായിട്ട് മാറാന്നല്ല ബ്രോ, ഈ പറഞ്ഞ ആമസോൺ, മിന്ത്ര ഷൂട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. അഡ്വർടൈസ്മെന്റിന് വേറെയാണ്. അഡ്വർടൈസ്മെന്റ് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഇപ്പോൾ TV ആഡ്സ് അത് വേറെ. ഇപ്പോൾ അതേപോലെ തന്നെ സ്റ്റിൽ അത് വേറെയാണ്. അതിന് സ്ക്രിപ്റ്റ് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ്.